اللهم صل وسلم على رسولنا ونبينا وسيدنا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم وعلى أزواجه وذريته وآله وصحبه أجمعين من تبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനും അതിലെ ഓരോ കർമ്മങ്ങളും അതിൻ്റെ പുണ്യവും നന്മയും പ്രതീക്ഷിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിൽ, റമദാനിൻ്റെ പുണ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അതിവേഗതയിലാണ് റമദാൻ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ 10 ഏകദേശം ഇന്നും നാളെയുമായി അവസാനിക്കുകയാണ്. വന്നതിനേക്കാൾ വേഗത്തിൽ വിട പറയുന്ന ഒരു സ്വഭാവത്തിലാണ് റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നല്ല കാലാവസ്ഥയാണ്, അധികം ചൂടും പ്രയാസങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാനും കഴിയും. ഏത് രീതിയിലാണ് റമദാനിനെ എൻ്റെ സഹോദരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പൊതുവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെയും നല്ല അർത്ഥത്തിൽ തന്നെ
റമദാനിന്റെ നിമിഷങ്ങളെയും അതിന്റെ സമയങ്ങളെയും അതിന്റെ മൂല്യവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹമാകുന്ന രീതിയിൽ ശരിക്കും ഉപയോഗപ്പെടുത്തി അതിന്റെ ഫലങ്ങൾ കൈവശപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ എന്ത് സംഭാവനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 400 വർഷത്തെ ഇസ്ലാമിക ഉമ്മത്തിന്റെ റമദാനിനെ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സാമൂഹികമായി ഇസ്ലാമിന് വലിയ ഗുണമൊന്നും ഈ നോമ്പുണ്ടാക്കിയിട്ടില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള മുന്നേറ്റത്തിന് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്വഭാവത്തിൽ ഇസ്ലാമിക സമുദായം വരുന്നതിന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നമ്മുടെ റമദാനിനെ വെച്ച് നമ്മൾ പരിശോധിച്ചു നോക്കൂ. വാസ്കോഡഗാമ കോഴിക്കോട് വന്നു, കൊളംബസ് അമേരിക്കൻ ഉപദ്വീപിലും കാലുകുത്തി. ഇതൊരു നാട്ടുകുറിയാണ്. ലോകത്തിന്റെ ദുരിതങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ തകർച്ചകളുടെയും തുടക്കമായിരുന്നു ഇത് രണ്ടും. അതിനുശേഷം കഴിഞ്ഞ 500 വർഷമായി ചരിത്രത്തിലെവിടെയെങ്കിലും ഇസ്ലാമിക ഉമ്മത്ത് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന ഒരു ചിത്രം അന്തസ്സോടുകൂടി നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ അവസ്ഥ എവിടെയാണ് മുസ്ലിം ലോകത്തിനുണ്ടായിട്ടുള്ളത്? എന്നാണ് ഉണ്ടായിട്ടുള്ളത്? ചില പ്രസ്ഥാനങ്ങളും ചില വ്യക്തികളും ചില രാഷ്ട്രങ്ങളുമൊക്കെ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കലല്ല ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം ലോകത്തിലെ 4-1 5-1 വരുന്ന മുസ്ലിം സമുദായം ലോകത്ത് ശ്രദ്ധേയമായ ഒരു പദവി, ഒരു സ്ഥാനം നേടിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ജനസംഖ്യ കൊണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ രാഷ്ട്രങ്ങളെ കൊണ്ട്, അവരുടെ സംഘടനകളെ കൊണ്ട് ഭൗതിക ലോകത്ത് ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് അനിവാര്യമായി തീരാവുന്ന ഇതൊക്കെയും മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ലോകത്ത് വട്ടപൂജ്യമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ. ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉമ്മത്ത്. ഇതിന്റെ അർത്ഥം നിരാശ ഉണ്ട് എന്നൊന്നുമില്ല കേട്ടോ. ഇസ്ലാം വളരുന്നുണ്ട്. മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മുസ്ലിങ്ങൾ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇങ്ങനെയൊക്കെ നോമ്പെടുത്തിട്ട്, ഇങ്ങനെയൊക്കെ ഹജ്ജിന് പോയിട്ട്, ഇങ്ങനെയൊക്കെ പള്ളിയുണ്ടാക്കി നിസ്കരിച്ചിട്ട്, സക്കാത്തും ഷഹാദത്ത് കലിമയും അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. അത് രണ്ടും അത്ര വ്യവസ്ഥാപിതമായി മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലില്ല. ഇസ്ലാമാകുന്ന മെഷീനറിയുടെ, വാഹനത്തിന്റെ, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മർമ്മമാണ് ഈ 5 കാര്യങ്ങൾ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇഖാമത്തി സ്വലാത്ത്, ഈതാഇ സകാത്ത്, സൗമി റമളാൻ, ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ
വാഹനങ്ങളുടെയൊക്കെ എന്താ പറയാ, ഈ മൊത്തം ബോഡിയൊക്കെ പിന്നെയുള്ള കെട്ട്, ഒരു സാധനം ഇവിടുന്ന് ഇങ്ങോട്ട് വരും. കമ്പനിയിൽ നമ്മൾ വാങ്ങുമ്പോൾ ബസ്സും ലോറിയും കാറൊക്കെ പിന്നെ ബോഡിയോടുകൂടി തന്നെയാണ് വരിക. പക്ഷേ വലിയ വാഹനങ്ങളൊക്കെ അതിന്റെ മർമ്മപ്രധാനമായ സാധനങ്ങളാണ് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കുക. അതൊരു ഡ്രൈവർ ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓട്ടി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വാഹനത്തിന്റെ മർമ്മങ്ങളൊക്കെ അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. ഇനി അതിന്റെ അലങ്കാരങ്ങളും അതിനെ ഉപയോഗക്ഷമമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള മറ്റു ചില സംവിധാനങ്ങൾ മാത്രമേ അതിനെ ചെയ്യേണ്ടതുള്ളൂ. എന്നതുപോലെ ഇസ്ലാമിന്റെ സ്ട്രക്ചർ, ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഇസ്ലാമിന്റെ മർമ്മം ആണ് ഈ 5 കാര്യങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നുള്ളതിന്റെ സാക്ഷിയാണ് ഞങ്ങൾ. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ആരെയാണ് നിങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ദാ ഇസ്ലാമിന്റെ സാക്ഷിയാണത്. സൗദി അറേബ്യ, കുവൈത്ത്, നൈജീരിയ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സോമാലിയ, ബ്രൂണൈ, കെനിയ, നൈജീരിയ, സുഡാൻ. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിന്റെ സാക്ഷിത്വം നിർവഹിക്കുന്ന ഏത് രാഷ്ട്രമാണുള്ളത്? ഏത് രാജ്യമാണുള്ളത്? 56ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട് ലോകത്ത്. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് നമ്മളൊന്ന് പറയണം, ഇതാ കണ്ടോ ഞങ്ങൾ മുസ്ലിങ്ങളെ നാട്, എന്താ അതിന്റെ രസം, എന്തൊരു മനോഹരം, എന്തൊരു സുന്ദരം. അതിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, കലാ, ശാസ്ത്ര, സാമൂഹിക, കായിക മുന്നേറ്റങ്ങൾ ലോകം കണ്ണന്തിച്ചു നിന്നുപോകും. അത്രയും മനോഹരമാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന മാതൃകകൾ. ഉണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ? ഉണ്ടോ? ഏതാണ് മുസ്ലിം സംഘടന ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ എടുത്തു കാണിക്കാൻ കഴിയുന്ന? ഇതാ ഇസ്ലാമിക ഉമ്മത്തിന്റെ മൂല്യങ്ങളെ മുഴുവൻ ശരിക്കും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ മാത്രം നിലകൊള്ളുന്ന മുസ്ലിം സംഘടന. ഇപ്പൊ ആരാളുള്ളത് നിങ്ങൾക്ക്? ISIS ഉണ്ട്, അൽ-ഖായിദ ഉണ്ട്, ബൊക്കെ ഹറാം ഉണ്ട്, അഷബാബ് ഉണ്ട്, താലിബാനുണ്ട്. ഇസ്ലാമിന്റെ പ്രതിനിധീകരണം ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഇതൊക്കെയാണ്. മുസ്ലിം സമൂഹം, ഞാൻ മേലെന്നാ തുടങ്ങിയ, ശരിക്കും താഴ്ന്നു തുടങ്ങേണ്ടിയിരുന്നു. മുസ്ലിം വ്യക്തി, നല്ലൊരു മുസ്ലിം വ്യക്തി. നമ്മളൊക്കെ മോശാണെന്നൊന്നുമല്ല ഈ പറയണതിന്റെ അർത്ഥം കേട്ടോ. അബൂബക്കറിന്റെ മുമ്പിൽ അബൂജഹൽ തോൽക്കുന്നു, മുത്അം ഇബ്നു അദിയ് തോൽക്കുന്നു. ഓരോ സഹാബിയുടെ മുമ്പിലും ആ കാലഘട്ടത്തിലെ ജനത തോറ്റുപോകുന്നു. അവരുടെ നിലപാടുകൾ, അവരുടെ സമീപനങ്ങൾ. നാട് വിടാൻ തീരുമാനിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോന്ന്. സൂര്യ നമസ്കാരം, യോഗാസനം നിങ്ങൾ എടുക്കൂല, നിങ്ങളിവിടെ വേണ്ടാതാ പറയണത്. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത്രയും നല്ലൊരു നിസ്കാരം യുണൈറ്റഡ് നേഷൻ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. എല്ലാവർക്കും സെക്യുലറായിട്ട് ചെയ്യുക, അതിന്റെ ആരാധനാ സ്വഭാവം മാറ്റി എല്ലാവർക്കും ചെയ്യാതെ നല്ല എക്സർസൈസാണ്, മിഡിൽ എക്സർസൈസ്. യോഗാസനമൊക്കെ അവിടെ നിൽക്കും. നല്ല യോഗ ഉണ്ട് നിസ്കാരത്തിൽ. ഇത് വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകണില്ല. അടി മുതൽ മുടി വരെ നിങ്ങളെ സകലതും ശരിപ്പെടുത്താൻ ഒരു സാധാരണ ഘടനയിൽ നിൽക്കുന്ന ഒരു സ്വാഭാവിക ആരോഗ്യമുള്ള വ്യക്തിയെ വളരെ ഫിറ്റാക്കി, ബോഡിപരമായിട്ടും മാനസികമായിട്ടും, ശാരീരികമായും മാനസികമായും അവനെ ഫിറ്റാക്കി നിർത്താൻ പറ്റുന്ന സിമ്പിൾ എക്സർസൈസ്. ഒരു ദിവസം 5 നേരം. ഇതിങ്ങനെ പറയണമെന്ന് ലോകത്തുനിന്നേ വരെ ആർക്കെങ്കിലും തോന്നിക്കണം. ഇസ്രായേലും അമേരിക്കയും ഇവിടെ ഭരിക്കുന്നവരും കൂടി ഒത്തുകളിച്ചിട്ട് പുതിയ രീതിയിലും സ്വഭാവത്തിലും എന്റെയും നിങ്ങളുടെയും മുകളിൽ ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. പഠിക്കണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യം, ഭയങ്കര തന്ത്ര പോലെ പ്രയോഗിച്ചു കേട്ടോ. യോഗാസനം എല്ലാവരും. അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യ നമസ്കാരം ഉണ്ട്, അതാണ് വിട്ടളാ, സൂര്യ നമസ്കാരമാണ് വിട്ടളാ. ബാക്കി വാല് പോയി, ഉടനെ അവിടെ തന്നെ കിടന്ന്. വാല് പോയപ്പോ നമ്മൾ വിചാരിച്ച് ഇനി സൂര്യ നമസ്കാരമല്ലേ, ബാക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ. ആവാം. അധിനിവേശത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഇന്നലെ 40ാം വാർഷികമായിരുന്നു അടിയന്തരാവസ്ഥയുടെയും വളരെ അപകടകരമായ ഭരണകൂട ഇടപെടലുകളുടെയും മാരകമായ പ്രവണതകളിലൊന്നാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഞാൻ യോഗാസനത്തിനെതിരല്ല കേട്ടോ വ്യക്തിപരമായിട്ട്, ഞാൻ അതിനംഗീകരിക്കുന്ന ആൾ, അതിന്റെ ഗുണം. പക്ഷെ ഇവരെ കൊണ്ടുവരുന്നത് അതിനൊന്നുമല്ല. ഇത് ലോകത്ത് പുതിയ ഇമേജുകൾ സൃഷ്ടിച്ചെടുക്കാനും
പുതിയ സ്വഭാവത്തിൽ ചിലതിനെ ഉയർത്തിക്കൊണ്ടുവരാനും അത് വലിയ അണ്ടർഗ്രൗണ്ട് അജണ്ടകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. യൂട്യൂബിലൊക്കെ തമാശ പറഞ്ഞിരിക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ ഒരു അഞ്ചാമതൊരു നിസ്കാരം ഉള്ള 5 തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യ, ഞാൻ അഞ്ചാമത്തൊരു നിസ്കാരം ദയവ് ചെയ്തിട്ട് നിങ്ങൾ കൂട്ടരുത്. പഞ്ചാരക്കും പെട്രോളിനും ഡീസലിനും ഒക്കെ നിങ്ങൾ വില കൂട്ടിക്കോ, പക്ഷെ ഒരു നിസ്കാരങ്ങൾ എക്സ്ട്രാ കൂട്ടരുത്, അത് ഞങ്ങൾക്ക് താകാൻ കഴിയൂല. നരകത്ത് പോകുന്നു പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുള്ള നിസ്കാരം നടത്തണില്ല, പിന്നെ പാകിസ്ഥാൻ പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്. ഒരു പ്രശ്നമില്ല, നമ്മളോട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കും. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ, കാർഷിക വ്യത്യസ്ത വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു ഉമ്മത്താണ് നിങ്ങൾ. ലോകത്തിന് നിങ്ങൾ ആവശ്യമുണ്ട്. ലോകത്തെ വളരെ നിർണായകമായി ഇടപെടുന്ന ഒരു ഉമ്മത്താണ് മുസ്ലിം സമൂഹം. അതിന്റെ ശാസ്ത്രജ്ഞന്മാർ, അതിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ, അതിന്റെ മതപണ്ഡിതന്മാർ, അതിന്റെ ബുദ്ധിജീവികൾ, അതിന്റെ സയന്റിസ്റ്റുകൾ, അതിന്റെ സേനാനായകന്മാർ, ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സമൂഹം ലോകത്തിന് നേതൃത്വം നൽകുന്നു എന്ന് പറയാൻ ഒരു അറബി ശാസ്ത്രജ്ഞന്റെ, ഒരു മുസ്ലിം പേരുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയാൻ പറ്റുമോ? എനിക്കും കേൾക്കും പറ്റൂ? ഒരിക്കലും പറയാൻ കഴിയില്ല. ഇല്ല. പണ്ടുണ്ട്, ഇപ്പത്തെ ഞാൻ പറഞ്ഞത്. പണ്ടുള്ളവര് വിഴുങ്ങി. ഇബ്നു റുഷ്ദിനെ കൊണ്ടുപോയിട്ട് അവറോസാക്കി, ഇബ്നു സീനയെ കൊണ്ടുപോയിട്ട് അവിസന്നയാക്കി. കേട്ടാ തോന്നുന്നു അതൊക്കെ റോമെന്നും അതുപോലെ തന്നെ ഏതൻസ് എന്നും ബ്രിട്ടനെന്നും ഫ്രാൻസെന്നും ഒക്കെയാ വന്നതെന്ന്. ഇബ്നു റുഷ്ദ് ആണ് അവറോസ്, ഇബ്നു സീനയാണ് അവിസന്ന. അങ്ങനെ പലരുടെയും പേരുകളെ പോലും രൂപാന്തരം വരുത്തിയിട്ടവർ ചരിത്രത്തെയും നിങ്ങൾക്കൊന്നുമില്ല. ഇമാം ഗസ്സാലി, പലരുണ്ട്, അതിലേക്കെല്ലാം പോണത്. ഇന്ന് എവിടെ? പരിശോധിക്കേണ്ടത് ഇതാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നുള്ളതിന്റെ സാക്ഷിയാണ് ഞങ്ങൾ. ആരെ നോക്കിയിട്ട് അത് മനസ്സിലാവുക? ഞാൻ ലളിതമായിട്ട് ഉദാഹരണം പറയും. മമ്മൂട്ടി മോഹൻലാലും. മമ്മൂട്ടി നമ്മളാളാണ്, നമുക്ക് പറ്റിയ ആളാണ്, നല്ല നമ്മുടെ പ്രതിനിധി. ഇവരുടെ സിനിമ എന്തിനാണ് വ്യത്യസ്തമാകുന്നത്? ഏത് മൂല്യത്തിലാണ് വ്യത്യസ്തമാകുന്നത്? ഈ പേരിനപ്പുറം ഞാൻ മനസ്സിലാവാനാട്ടോ പറഞ്ഞത്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയൊക്കെ കഴിവ് നമ്മൾ വേറെ അംഗീകരിക്കുക. പറയുന്നത് ഒന്ന് മമ്മൂട്ടിയാണ്, അതുകൊണ്ട് മുഹമ്മദ് കുട്ടിയാണ്, ഒന്ന് മോഹൻലാലാണ്. ഇത് തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് ഞാനും നിങ്ങളൊക്കെ അറിയാതെ ധരിച്ചു വച്ചിരിക്കുന്നു, സമൂഹവും ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് പല ബോസും കിട്ടാറില്ല, ആ പേരതായതുകൊണ്ട് പോലും. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം കാണേണ്ടത് അവരുടെ കലയുടെ പ്രകടനത്തിലാണ്, അഭിനയത്തിന്റെ ശേഷിയിലെല്ലാം പറയുന്നത്. തിരഞ്ഞെടുക്കുന്ന സിനിമ, അവർ ആവിഷ്കരിക്കുന്ന കലയുടെ സന്ദേശം, അതിന്റെ മൂല്യം, അതിന്റെ നിലപാടുകൾ, അതിന്റെ സംവിധാനം, അതിന്റെ തിരക്കഥ. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. അമിതാഭ് ബച്ചൻ മാഗിയായിട്ട് വരും, ഷാറൂഖ് ഖാൻ നോക്കിയായിട്ട് വരും. രണ്ടും ഇസ്രായേലിലാ വരുന്നത്. ബോളിവുഡിലെ താരങ്ങളിൽ അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? ആ പേരിനെ മാറ്റിവെച്ചാൽ. ഷാറൂഖ് ഖാന്റെ സിനിമയാണ്, അതിൽ ഇസ്ലാം ഇങ്ങനെ ഒഴുകുകയാണ്. അതിന്റെ മാന്യതകൾ, അതിന്റെ സദാചാര മൂല്യങ്ങൾ, അതിന്റെ ധാർമ്മികതകൾ, അതിന്റെ കലയുടെ മനോഹരമായ ആവിഷ്കാരങ്ങൾ എവിടെ? വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായാൽ ഈ രാഷ്ട്രീയക്കാരെടുക്കുക, ലോകത്തിലെ ഓരോ രാഷ്ട്രീയക്കാരനെയും എടുക്കൂ, മുസ്ലിം രാഷ്ട്രീയക്കാരനെയും അല്ലാത്തവനെയും എടുക്കൂ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഏത് സംഘടനയിൽപ്പെട്ടവനും ഏത് പാർട്ടിയിൽപ്പെട്ടവനും മുസ്ലിമായതുകൊണ്ട് അവന്റെ രാഷ്ട്രീയം വിശുദ്ധമാണ്, മൂല്യമുള്ളതാണ്, ജനകീയമാണ്, മാനവികമാണ്, നീതിപൂർണമാണ്, സത്യസന്ധമാണ്, അഴിമതി വിരുദ്ധമാണ്. വളരെ അരവിന്ദ് കെജ്രിവാൾ അപ്പൊ അവസാനം പറഞ്ഞ് ഉമറുൽ ഫാറൂഖിന്റെ ഭരണം ഡൽഹിയിൽ കൊണ്ടുവരണമെന്ന്. ഉമറുൽ ഫാറൂഖിന്റെ ഭരണം ഡൽഹിയിൽ കൊണ്ടുവരണമെന്ന്. ഏതാണ് ആ ഉമറുൽ ഫാറൂഖ്? ഇന്ന് മുസ്ലിം ലോകത്തെവിടെ ഉമറുൽ ഫാറൂഖ്? 55-56 മുസ്ലിം രാജ്യങ്ങളുണ്ട്, മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. എവിടെയാണ് അവിടെ ഒരു ഉമറുൽ ഫാറൂഖ്? സിദ്ദീഖുൽ അക്ബർ എവിടെ? അവിടെ മാഷിയിട്ട് തരഞ്ഞങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇന്ത്യയും ചോട്ടാ രാഷ്ട്രീയവും എടുത്ത അവസാനം നാട്ടിൽ കളിക്കുന്ന നമ്മളെ രാഷ്ട്രീയം ഉണ്ടല്ലോ, പാർട്ടിയും സംഘടനയൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അതിലെ മൂല്യം? എന്താണ്? എവിടെയാണ്? എന്തിനാണ് നമ്മളും? ഞാൻ പറയുന്നത് അഷ്ഹദു എന്ന് പറയുന്നതിന്റെ അർത്ഥമതാ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഏത് മേഖലയിലാണോ ഞാനുള്ളത് ആ മേഖലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ സാക്ഷിയാണ് ഞാൻ. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ, എല്ലാം അള്ളാഹിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ.
ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം സമുദായത്തിലെ 80% അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അറിയാത്തതിന്റെ കാരണം ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്. വേറെ വയല് പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടൊന്നും ഒത്തിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മർമ്മമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ മർമ്മം ഇലാഹ് അള്ളാഹുവാണെന്ന് പഠിക്കല. അള്ളാഹുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇലാഹ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതായിരുന്നു പ്രശ്നം. എന്താണ് ഈ ഉലൂഹിയത്ത്? അതിന്റെ സാക്ഷികളാണ് ഞാനും നിങ്ങളും. മുസ്ലിം വ്യക്തിയാവണം, മുസ്ലിം കുടുംബമാവണം, മുസ്ലിം സമൂഹമാകണം, മുസ്ലിം സംഘടനയാവണം, മുസ്ലിം രാഷ്ട്രങ്ങളാവണം. ഏതാണതെന്ന് നമ്മുടെ നോമ്പിലൂടെയും നമ്മുടെ ഹജ്ജിലൂടെയും നമ്മുടെ നമസ്കാരത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും എവിടെയാണ് എന്തിനെയാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വന്ന മുഹമ്മദ് റസൂൽ, അത് ഞാൻ വിശദീകരിക്കണില്ല. അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്. റസൂലുള്ള എവിടെയും പ്രശ്നമില്ല, മുഹമ്മദ് നബിയിലല്ല. 40 വയസ്സ് വരെ നബിക്ക് പ്രശ്നമില്ലല്ല. മുഹമ്മദ് റസൂലാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നം തോന്നി. അപ്പൊ പ്രശ്നം റസൂലാണ്. അപ്പൊ എന്താ റസൂല്? എന്താണ് ഈ റസൂൽ? ആരാണ് ഈ റസൂൽ? നിങ്ങളുടെ റോൾ മോഡൽ. നിങ്ങൾക്ക് ലോകത്തിന്റെ മുമ്പിൽ ഒരു മുഹമ്മദ് നബിയെ അങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തിന് അവലംബിക്കാൻ കഴിയുന്ന, ലോകത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന, ലോകത്തിലെ ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് അതീതമായി സെക്യുലറായി ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രവാചകനെ, അതിന്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ? നമ്മൾ സാമുദായിക മുസ്ലിങ്ങളാ, ജനകീയ മുസ്ലിങ്ങളല്ല, മാനവികതയുള്ള മുസ്ലിങ്ങളല്ല. ഉള്ളിൽ വർഗീയതയുടെയും സാമുദായികതയുടെയൊക്കെ സ്വര ഇത്തിരിയൊക്കെ ഉണ്ടാവും. പോറ്റൂല അത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂൽ, അത് ഞാൻ പറയണില്ല. നമ്മളെ റസൂൽ ആരാ? ഇനിയിപ്പോ കാത്തിരിക്കുകയാണ്. ഓരോ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തുണിക്കുപ്പായോ ആരൊക്കെ ഇട്ട് വരും, ഏതൊക്കെ സൈസ് തുണിക്കുപ്പായോ ഇട്ട് വരും. നല്ല നല്ല വിഗ്രഹങ്ങളുണ്ട് നമ്മളെ തുണിഷാപ്പുകളിലൊക്കെ, നല്ല വിഗ്രഹങ്ങൾ, കരയൊത്തത്, കുപ്പായവും കളറും ഒത്തത് ഒക്കെ നോക്കിയിട്ട് ഞാൻ ആടും പെണ്ണിന്റെ ഒക്കെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിഗ്രഹ, തെറ്റിദ്ധരിക്കണ്ട നിങ്ങള്. അതിന്റെ ഹലാലും ഹറാമൊന്നുമല്ല ഞാൻ പറയുന്നത്. നോക്കുകയാണ് ഏതാണ് ഞാൻ അനുകരിക്കേണ്ടത്, ആരെയാണ് ഞാൻ അനുകരിക്കേണ്ടത്, ഏത് മോഡലാണ് ഞാൻ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് സകല വിഗ്രഹങ്ങളും, കായിക, സിനിമ, രാഷ്ട്രീയ, മത, കല, ആത്മീയ, ഓരോ രംഗത്തും ഓരോ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ റസൂലില്ല. റസൂൽ ഒരു ഭാഗത്തും വിഗ്രഹങ്ങൾ വേറെ ഭാഗത്തും കിടക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അതിന്റെയും ഇപ്പൊ റസൂൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന്റെ സാക്ഷിയാണ് ഞാൻ. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നാൽ മതി, എന്റെ കച്ചവടത്തിലേക്ക് നിങ്ങൾ വന്നാൽ മതി, എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയാൽ മതി, എന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം നോക്കിയാൽ മതി, എന്റെ അയൽപക്ക ബന്ധങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മളൊക്കെ റസൂലാവുന്നൊന്നുമല്ല. പക്ഷേ അത്തരം ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രചോദനം, അള്ളാഹുവിന്റെ പ്രവാചകൻ റോൾ മോഡലായി നിൽക്കുന്ന ഒരു ജീവിത വീക്ഷണത്തെ പ്രകടിപ്പിക്കേണ്ടവനാണ് ഞാൻ. എവിടെ അതില്ല. ഇപ്പൊ ഷഹാദത്ത് കലിമത കിടക്കണം ഒരു ഭാഗത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഇഖാമത്തു സ്വലാത്ത, അതാ നമ്മൾ നേരത്തെ പറഞ്ഞ് സൂര്യ നമസ്കാരം അടക്കം. അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും നമ്മളെക്കുറിച്ചുള്ള ബോധവും ഒരുമിച്ച് ചേരുന്ന നിസ്കാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭൂതി ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമസ്കാരത്തിലൂടെ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് വാതിൽ തുറന്ന് കയറാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ? നമ്മൾ അറിയാത്ത വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു സുന്ദര ലോകത്തേക്ക്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന ഖൗഫൻ വതമഅ. ഫർദ് നമസ്കാരത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, സുബഹി അടക്കമുള്ള ഫർദ് നമസ്കാരങ്ങളല്ല. ഫർദ് നമസ്കാരങ്ങളെ കുറിച്ച് ഖുർആൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. യുഖീമുന സ്വലാത്ത, അഖീമു സ്വലാത്ത, മുഖീമു സ്വലാത്ത, അങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉറങ്ങി എണീച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും എണീക്കലുണ്ടോ? മുസ്ലിം സമുദായത്തിൽ എത്ര പേർ എണീക്കും? തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന റബ്ബഹും. അള്ളാഹുവിനെ പേടിച്ചിട്ടും അള്ളാഹുവിന്റെ നന്മകളെ ആഗ്രഹിച്ചുകൊണ്ടും സ്വന്തം കിടപ്പറകളിൽ നിന്ന് അവര് ഞെട്ടിപ്പടഞ്ഞെണീക്കും. കിടക്കുന്നിടത്തുനിന്ന് ഞെട്ടിപ്പടഞ്ഞെണീക്കും. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലുണ്ടോ? സാധിച്ചിട്ടുണ്ടോ എണീക്കാൻ? പരിശുദ്ധ റമദാൻ അതിന് ഏറ്റവും നല്ല അവസരമാണ്. തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് പടച്ചോനെ പടച്ചവനെ പടച്ചവനെ അള്ളാഹുവേ യാ റബ്ബി എന്ന് പറഞ്ഞിട്ട്
കുറെ ഇങ്ങോട്ട് എത്തിക്കണല്ലോ ഞാനും നിങ്ങളൊക്കെ. അതിന്റെ മുമ്പുള്ള ആയത്തുകൾ ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പറയോലോട്, അള്ളാഹുവിന്റെ മലക്കുകൾ വന്നവരെ ഏറ്റെടുക്കാൻ വന്നാൽ അസറായില്, സാക്ഷാൽ അസറായില്, കാലൻ കളിയൊക്കെ നിർത്തിക്കോ, പോകാനായിക്കണേ. ഒരു കഥ ഉണ്ട്, ഒരുത്തം വലിയ പെരണ്ടാക്കുന്നുണ്ട്, ഭയങ്കര പെര. എന്നിട്ട് അതിന്റെ ഉള്ളില് ഇതൊക്കെ ഇട്ടിട്ടിങ്ങനെ ഇരുന്ന് അതിന്റെ എല്ലാ പ്രൗഢിയൊക്കെ അവതരിപ്പിച്ച് ആളുകൾക്കൊക്കെ അതൊക്കെ കാഴ്ചക്കൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ്. വേലക്കാരും സിൽബന്ധികളും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരുത്തങ്ങനെ കയറി വന്നു അതിൻ്റെ ഉള്ളിലേക്ക് മുടിഞ്ഞ രീതിയിൽ, ഒരു പരവശനും വലിയ സൗന്ദര്യമൊന്നുമില്ലാതെ ഒരു പ്രത്യേക കോലത്തിൽ. വീട്ടുകാരനോട് വാതിൽ തുറക്കാൻ പറയും, എനിക്ക് അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞു. വേലക്കാർ വന്നിട്ട് പറഞ്ഞു കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. എനിക്ക് കയറിയേ പറ്റുള്ളൂ, എനിക്ക് കയറിയേ പറ്റുള്ളൂ. അതിലവരെ വിടൂല, യജമാനോട് പോയിട്ട് അനുവാദം വാങ്ങി, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയും. അതാരാ കയറരുത് എന്ന് പറഞ്ഞിട്ടും കയറൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണത്, കയറും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണത്, ആളെ വിളിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞു. യജമാനം സിംഹാസനത്തിലൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് ഇരിക്കുകയാണ്. ഇത് ഞാനാ അസറായിൽ, നിങ്ങൾ ഇന്ന് കൂടിയിട്ടല്ലേ ഉള്ളൂ വരാ, പക്ഷെ സമയമായിരിക്കുന്നു പോകാൻ. പല പണിയുണ്ട്, ചെയ്യാൻ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിച്ച് കുറച്ചു സമയം ആ വർത്താനൊക്കെ വിട്, അനക്ക് അവസരം ധാരാളം കിട്ടിയതാ. പലയിടത്തു നിന്നും നീ എണീച്ചു പോന്നിട്ടുണ്ട്, പലതിന്റെ മുമ്പിൽ നിന്നും നീ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നൊക്കെ തടി ഊരിയതാ നീ. മരണമെന്ന യാഥാർത്ഥ്യം നിന്റെ തൊട്ട് മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ ഇരിക്കണമില്ല തന്നെ ഉണ്ടാവും, ഞാൻ മരിക്കാന്ന് വിചാരിച്ച ആളുകളുണ്ടാവും. ഞാൻ പറയും, ഒരു വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ മറ്റേ വണ്ടി വന്നിട്ട് നമ്മളടുത്ത് വന്നിട്ടാണ് ബ്രേക്ക് ഇട്ടിട്ട് നമ്മളും അതും കൂടി ഇങ്ങനെ നിന്നു. നല്ലൊരു അവസരം തന്നെ തന്നെയാണ് നമുക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായോ? ആ മരണമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു പണ്ഡിതൻ പറയുന്നു, മലക്ക് ജിബിരിയിൽ അസറായിരങ്ങളാണ് കൈ വെച്ചാൽ മതി നിങ്ങളെ മേത്ത്. ശരീരത്തിന്റെ ഓരോ സെല്ലുകളും നിങ്ങളെ തൊട്ടാ മതി, ഷോക്കടിച്ചതുപോലെ. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് വേദനകളുടെ മഹാപർവ്വതം, എല്ലാ കടലും സകല മരുഭൂമിയും ഒരു സെക്കൻഡ് എങ്ങനെയാന്നൊക്കെ നിങ്ങൾ ഞാനും ചോദിക്കും. ഓരൊറ്റ സെക്കൻഡ് മതി തൊട്ട് കഴിഞ്ഞാൽ. അതിന്റെ അപ്പുറമുള്ള ഗതികേടുകൾ വേറുണ്ട്. ഓന്റെ കാലിന്റെ തള്ളവിരലും അടിച്ചിട്ട് ഓന്റെ റൂഹിനെ ഓന്റെ നിര്യാണിമ കയറ്റുന്നാ പറയണത്. എങ്ങനെയാണ് അള്ളാഹു ആയാലും. പക്ഷെ ഖുർആന്റെ വിശദീകരണങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വർത്തമാനങ്ങളൊന്നും വളരെ ലളിതമായൊരു പ്രക്രിയയല്ല മരണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലേ? അള്ളാഹ് പിന്നെ നരകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും പിന്നെ മരിക്കും എന്ന് പറഞ്ഞാണ്ട് പേടിപ്പിക്കുന്നുണ്ട്. മരിക്കുന്നു, ഇവിടുന്ന് തന്നെ മരിച്ചു. പിന്നെ നരകത്തിനെ കുറിച്ച് പറയുന്നു, അന്നെ കൊണ്ടുപോയി ടാറിന്റെ ഉടുപ്പൊക്കെ തന്നെ നിർത്തും നരക. സറാബീലുഹും മിൻ ഖതറാൻ, പൈൻമരത്തിന്റെ ഒരുതരം ദ്രാവകമാണ് എന്നാ ഖതറാൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് കത്തും. അതിന്റെ ഉടുപ്പുണ്ടാക്കിയിട്ട് എനിക്ക് ഇട്ടുതരും, അന്റെ മേലെ കൂടെ ഇടും. സറാബീലുഹും മിൻ ഖതറാൻ, നല്ല കോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഗ്രഹത്തിന്റെ ഷാറൂഖ് ഖാനിനും നോളിനും അതുപോലെ മറ്റേ എല്ലാ കമ്പനികളുടെ പരസ്യമൊക്കെ നോക്കിയിട്ട് നല്ല പാന്റും കുപ്പായോടല്ലേ ഞാനും നിങ്ങളൊക്കെ, പരമാവധി നമ്മുടെ പെൺകുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. അതിന് പകരം നിനക്ക് തന്നെ ഈ പൈൻമരത്തിന്റെ എണ്ണ, വേറൊരിടത്ത് പറഞ്ഞ ടാറാണ് എന്നാ, ശരിക്കും ടാറ്, ഉരുകിയ ടാറ്. അതുകൊണ്ട് എനിക്ക് തുണിയും കുപ്പായം അടിച്ച്. സറാബീലുഹും മിൻ ഖതറാൻ വതഗ്ശാ ഫീ വുജൂഹിഹിമുൻ നാർ, ഓന്റെ മുഖത്തിനിട്ടിട്ട് തീ കൊടുക്കും. എങ്ങനെയാണ് ആ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല. കറുത്ത ഉടുപ്പ്, ടാറിന്റെ ഉടുപ്പിട്ട് കത്തിയും കൊണ്ടിരിക്കുക, കറുത്ത ഒരു ഭൂതം. ആ ടാറിങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെ ഉള്ളിൽ കിടന്നിട്ട് ഉരുകുകയാണ് നിങ്ങൾ ശരിക്കും. വതഗ്ശാ ഫീ വുജൂഹിഹിമുൻ നാർ, തീ വന്നിട്ട് നിങ്ങളെ മുഖത്തെ മൂടും. വളരെ ഭീഭത്സകരമായ കാഴ്ച, ആലോചനകളിലും ചിന്തകളിലും കൂട്ടിവെക്കാൻ കഴിയാത്തവണ്ണം. എന്നിട്ട് അല്ല പറയാ, പിന്നെ അയിമ തീർന്നു. എന്നിട്ട് പഠിച്ചവൻ പറയാണ്, വയതീഹിൽ മൗതു, ഈ ടാറിന്റെ ഉടുപ്പും മുരുകലും തീയിലെ കത്തലൊന്നുമല്ല. യതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, നരകത്തുനിന്ന് എവിടെ നോക്കിയാലും മരണം. മരണം ഇങ്ങനെ വരുന്ന എന്റെ അടുത്തേക്ക്. പിന്നെയും മരിക്കണോ?
നരകത്തിലെ മറ്റേന്നെ ശിക്ഷയാണ്. ഏത്? ഈ ടാറിന്റെ ഉടുപ്പും കത്തുന്ന തലയും മുഖം കുത്തി വലിക്കലും ചുരുട്ടിക്കൂട്ടി എടുക്കലും ചങ്ങലക്കിടലും വലിച്ചെടുക്കലും ചുടുനീരൊഴിക്കലും ദുർനീര് കുടിപ്പിക്കലും ഒക്കെ ഉണ്ട്. എന്താ വേണ്ടേ അവർക്ക്? എന്റെ കൂടെ അല്ല പറയാ, മൗത്തുമിൻകുല്ലി മക്കാൻ, മരണം ഇങ്ങനെ പിന്നെയും. നരകത്തിൽ വെച്ച് മരണത്തെക്കുറിച്ച് അല്ല പറയണമെങ്കിൽ മരണം ചില്ലറ കളിയല്ല, വളരെ പ്രയാസകരം. എന്നിട്ട് പണ്ഡിതന്മാരെ പറയാണ്, കാലും വന്ന് തല്ലി നെരിയാണിം വന്ന് തല്ലിയിട്ട് എന്റെ മുട്ടുമ്മ കയറ്റും, അടിച്ച് മുട്ടിലേക്ക് എത്തിക്കും. ജീവന്റെ ഓരോ അംശങ്ങളെയും തല്ലി ശരീരത്തിൽ നിന്ന് എടുത്ത് പുറത്തേയാടിക്കുക. മുട്ടുമ്മ തല്ലി തൊടയിലടിച്ച് അവിടെ നിന്ന് ഊരഭാഗത്ത് കയറ്റി തല്ലി പൊട്ടിച്ച് നെഞ്ചകങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പിന്നെ പിടുക്കങ്ങട്ട് എത്തിനോടുകൂടി ആള് അല്ല ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻറാഖ്. അപ്പോഴേക്കും ഏകദേശമൊക്കെ കളി നമുക്ക് മനസ്സിലാവും. തീരുകയാണ്, പരിപാടി അവസാനിക്കുകയാണ്, എല്ലാം തീർന്നിരിക്കുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക് ജീവിതത്തെക്കുറിച്ച്. ഇന്ന് പോണ്ടേ ഇവിടുന്ന്? ഇന്ന് രാത്രി ഈ ഇരിക്കടയിൽ ആരൊക്കെ വിട പറയൂ ഇവിടുന്ന്? എത്ര പേർ പോകും ഇവിടുന്ന്? ആരെങ്കിലും പോകാതിരുന്നവരുണ്ടോ ഇന്ത്യയും കൂട്ടത്തിൽ? മരിക്കാതിരുന്നവരുണ്ടോ ആരെങ്കിലും? നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. എന്നിട്ടും എന്തേ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇങ്ങനൊരു വിഡ്ഢിയായ മനുഷ്യൻ അഖീൽ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ അനുജൻ, പരമദരിദ്രനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ ഭക്ഷണവും കോതമ്പൊക്കെ ചോദിച്ചിട്ട് അച്ചയിൽ വരും. അലി ഇബ്നു അബീ ത്വാലിബിന് ദാരിദ്ര്യം തന്നെയാണ്. ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സുഖത്തിലൊന്നുമല്ല. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയണു, ഓനെ കണ്ടാൽ കറുത്ത് കവളൊട്ടി, ദാരിദ്ര്യത്തിന്റെ എല്ലാ അടയാളങ്ങളും. ഓന്റെ കുട്ടികളുടെയൊക്കെ മുഖം കറുത്ത് പാട കെട്ടിയിരിക്കുന്നു, മുടി ചപ്രയായിരിക്കുന്നു, ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. ഞാൻ അഖീലിനോട് പറഞ്ഞു, ഈ വരവന്റെ അടുത്തേക്ക് വരരുത്, പൊതുമുതൽ ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തില്ല തരാൻ. ഷഖീല് വിശപ്പ് സഹിക്കാതെ ദാരിദ്ര്യം സഹിക്കാതെ എന്റെ അടുത്തേക്ക് വരും. ഒരു ദിവസം ഞാൻ ചട്ടകം ചൂടാക്കി അഖീലിന്റെ പുറത്തും കാലുമലൊക്കെ വെച്ചു കൊടുത്തു, അമർത്തി വെച്ചു. അഖീല് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയാ, ഒരു തമാശക്ക് ഞാനിതെടുത്തിട്ട് എന്റെ മേത്ത് വെച്ചപ്പോ അനക്ക് നിൽക്കാൻ കഴിയണില്ല. പിന്നെ നീ എന്താ വിചാരിക്കണത്? എന്നെ നരകത്തിലേക്ക് തള്ളാനാ? എന്നെ നരകത്തിൽ തള്ളാനാ? ഇതെടുത്ത് തന്ന് എന്നെ നരകത്തിലിട്ടിട്ട് നീ എന്ത് ചെയ്യും? നിനക്ക് ഒരു ചെറിയ ചൂട് പോലും സഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ ഇമ്മാതിരി ഒരു ഉറുമ്പിന് ഒരു തൊലിയിൽ നിന്ന് നീൽക്കുന്നതാണ് അത്രയും നിസ്സാരമായ പ്രവർത്തനമാണെങ്കിൽ പോലും നരകത്തിനെതിരാണെങ്കിൽ ഞാൻ ചെയ്യാൻ ആളല്ല. എന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാൻ ആളല്ല. അഖീലെ, മടങ്ങിപ്പോണം. ദുനിയാവ് അവസാനിക്കുന്ന നാടകമാണ്. ഇതിന്ന് തീരും. ആയുസ് വലുതാവുന്നല്ലോ, ചെറുതാവല്ലേ? ഇന്നോ നാളെ പോവും, വയസ്സിന്റെ വലിപ്പനുസരിച്ചിട്ട്. പിന്നെ പറഞ്ഞത്, ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നൊരു ഘട്ടം അങ്ങനെ നെഞ്ചകത്തിൽ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന അപ്പോഴാണ് പിന്നെ തൊണ്ടയിലും വായിലുമൊക്കെ നൊരയും പതയൊക്കെ വന്ന് കാലൊക്കെ അണച്ച് കെട്ടി പൂട്ടി വേദന സഹിക്കാൻ കഴിയാത്ത മലക്കുൽ മൗത്തില്ലതി യുക്കിരബിക്കും പറയവരോട്, അള്ളാന്റെ മലക്കുകൾ വന്നിട്ട് അവരെ വലിച്ചടച്ച് കൊണ്ടുപോകും. എവിടേക്കാണ് ഈ പോക്ക്? എവിടേക്കാണ് നിങ്ങൾ ഈ പോണത്? മരിച്ചിട്ട് ലോകത്തെ ഒരു ദർശനം നിങ്ങൾക്ക് മറുപടി എന്നിട്ടില്ല. കമ്മ്യൂണിസത്തിനില്ല, ക്യാപിറ്റലിസത്തിനില്ല, ജനാധിപത്യത്തിനില്ല, സെക്യുലറിസത്തിനില്ല, സോഷ്യലിസത്തിനില്ല, നാഷണലിസത്തിനില്ല, ഫാസിസത്തിനില്ല. ലോകത്തെ ഒരു ഭൗതിക ദർശനങ്ങളും നിങ്ങളുടെ ഈ പോക്കിന് മറുപടി തന്നിട്ടില്ല. നിങ്ങൾ എവിടെ പോകുന്നു? എവിടുന്ന് വന്നു എന്നുള്ളതിന് മറുപടി തന്നിട്ടില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്? നിങ്ങൾ ജീവിതത്തെ കളിയായി കാണുന്നു, ജീവിതത്തെ തമാശയായി കാണുന്നു, വളരെ ലളിതമായ ഒരു പരിപാടിയായി കാണുന്നു. ഇതല്ല ഇത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അള്ളാന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോണത്. മടക്കം അള്ളാഹുവിലേക്കാ. എങ്ങനെ തുള്ളിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ സകലരും ജാതി മതം രാഷ്ട്രമൊന്നും പറയണില്ല, എല്ലാവരും അള്ളാന്റെ മുമ്പിലേക്ക്.
വല ഉത്തറ എന്നിട്ട് പിന്നെ എന്റെ ബാക്കിയും കൂടി ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓലൊന്ന് കാണണം. ഇവിടുത്തേക്ക് വലിയ വിളവന്മാര്, അതിസമർത്ഥന്മാര്, കെങ്കേമന്മാര്, കൊലകൊമ്പന്മാര്, ഉറപ്പിച്ചവര്, അഹങ്കരിച്ചവര്, കൈവശപ്പെടുത്തിയവർ, അധിനിവേശം നടത്തിയവർ, സമ്പാദിച്ചവർ, ഉടമപ്പെടുത്തിയവർ, ഭരിച്ചവർ, നയിച്ചവർ ഒക്കെ തലയും താത്തിയിട്ട് ഓലിങ്ങനെ നിൽക്കുകയാണ് അള്ളാന്റെ മുമ്പില്. ഒരൊറ്റൊരുത്തന്റെ തലയും മുന്നിലില്ല. റബ്ബന അല്ലാ അബ്സർന, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ടു. വസമഅന, ഞങ്ങൾ കേട്ടു. സ്വർഗത്തിന്റെ സൗന്ദര്യമുള്ള ശബ്ദവും നരകത്തിന്റെ ഭീകരമായ ശബ്ദവും മലായികത്തുകളുടെ ഭീകരമായ അട്ടഹാസങ്ങളും ശിക്ഷകളുടെ രോദനങ്ങളും ഗർജനങ്ങളും അതിന്റെ വേദനകളും പിടയലുകളും ഒക്കെ ഞങ്ങൾ കേട്ടു. റബ്ബന അബ്സർന വസമഅന, ഞങ്ങൾ കാണണ് നരകം, അതിൽ കാണണോ ഞങ്ങൾ ഈ കൊണ്ടുപോണത്. ഫർജന, ഒന്നും മടക്കുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഫർജന ആരാമൽ സ്വാലിഹൻ, മരിക്കുമ്പോഴുള്ള കെഞ്ചലാണ് ഈ പറയുന്നത്. മലക്കാള് വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകാവുന്ന സകല വേദനകളുടെയും ഉള്ളിൽ നിന്നിട്ട് അവസാനത്തെ അറ്റകൈ പ്രയോഗം, ഇന്നൊന്ന് മടക്ക് പടച്ചോനെ. ഫർജന ആരാമൽ സ്വാലിഹൻ ഇന്നാ മൂക്കുന്നു, ഞാൻ നന്നായിക്കോളാം. അതിന്റെ ശേഷമാണല്ല പറയുന്നത്. ഇന്നമാ യുഅ്മിനു ബി ആയാതിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദാ, അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവർ സുജൂദ് വീഴും. അല്ലാഹ് ഖറൂ സുജ്ജദൻ വബുകിയ, കണ്ണു നിറയും, കൽബ് പടയും, മനസ്സിന് എന്തെന്നില്ലാത്ത അവസ്ഥകളിലൂടെ അവർ കേറിമറിയും. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതി ചിന്തിയെങ്കിലും കണ്ണു നിറഞ്ഞിക്കണോ? നിറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കൊന്ന് ആലോചിക്കും. ഏതായത്ത് ഓതിയിട്ടാ നിങ്ങൾക്ക് കരഞ്ഞ് സുജൂദ് ചെയ്യാൻ തോന്നിയത്? ഏതായത്ത് ഓതിയിട്ടാ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കണ്ണുനീര് വന്നത്? ഏതായത്ത് ഓതിയിട്ടാ സങ്കടത്തിന്റെ കടലിലൂടെ നിങ്ങൾ സഞ്ചരിച്ചത്? എപ്പോഴാ നിങ്ങൾ മരുഭൂമിയിൽ ചുട്ടുനീറിയത്? ഖുർആൻ ഓതിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഖുർആൻ വഇദാ തുലിയത അലൈഹിം സാദതുഹു ഈമാന, ഖുർആൻ ഓതുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുക അവർക്ക്. യുദ്ധം മുതൽ വിതരണം ചെയ്യുന്ന സംഭവം വെച്ചിട്ടാണ് അത് പറഞ്ഞത്. മര്യാദയ്ക്ക് യുദ്ധത്തിന്റെ മുതൽ കൊടുത്തിട്ട് അവിടെ പൂട്ടിക്കെട്ടി വെക്കണ്ട, എടുത്തിട്ട് അത് കൊടുക്ക്. എന്നിട്ടാ പറഞ്ഞ അള്ളാന്റെ ആയത്തിറങ്ങുമ്പോൾ ഈമാൻ കൂടുന്നു, കരഞ്ഞ് സുജൂദിൽ വീഴും. അതിന്റെ ശേഷമാണല്ലോ പറഞ്ഞത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ, കിടക്കകളെ വിട്ടിട്ട് അവർ പെടഞ്ഞെണീക്കും, തട്ടിപ്പടഞ്ഞെണീക്കും. ആരോ കട്ടിലിൽ ചൂട് വെച്ചതുപോലെ കിടക്കുന്നിടത്ത് നെടീക്കും. യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അതിന്റെ മുകളിൽ പറഞ്ഞ ഘട്ടങ്ങൾ മലക്ക് അസ്രായീൽ, ശിക്ഷകളുടെ ഭീകരമായ ശബ്ദമയാനമായ വേദനാജനകമായ അവസ്ഥകൾ, നിന്ദ്യനും നികൃഷ്ടനും നിസ്സാരനുമായുള്ള അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള തിരിച്ചുപോക്ക്. പടച്ചവനെ, അതിനാണ് ഈ പൊന്തരുത്, ഈ ഉടല്. ഇത് നാളെ അല്ലാന്റെ മുമ്പിലേക്ക് പോകാനുള്ളതാ. എന്റെ മുമ്പുള്ളവരൊക്കെ പോയില്ലേ? വല്ലവരും ബാക്കിയുണ്ടോ? ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ നാഗരികതയായിരുന്നു ഗ്രീസ്. പാട്ടിണി പാവരാണിപ്പോ. ഒളിമ്പിക്സൊക്കെ ഓല പേരില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? യൂറോപ്പിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമാണ് ഗ്രീസ്. ഇപ്പോ പാപ്പരായിരിക്കുന്നു, ഒന്നുമില്ല. ഇന്നലകളിലെ വലിയ ഏതൻസും അതുപോലെ ഇറ്റലി, റോം, ഇറ്റലി ഏറ്റവും വലിയ അഴിമതി രാജ്യമായി മാറിയിരിക്കുന്നു. ഇപ്പോ ലോകത്തിലെ വലിയ നെടുങ്കൻ നാഗരികതകളുടെ, രാഷ്ട്രീയ ക്രമങ്ങളുടെ, ലോകത്തിന്റെ മുമ്പിൽ തലപൊന്തിച്ചു നിന്നവരുടെ ഒക്കെ എനിക്കുള്ള പാടാ. നമ്മളെ ഏറ്റവും അവസാനങ്ങൾ സദ്ദാം ഹുസൈന്റെ കൊട്ടാരവിടെ, മൂപ്പര വീടവിടെ, മൂപ്പരുടെ മക്കളെവിടെ, സിറിയയിലെ ഗദ്ദാഫിയുടെ കൊത്തളങ്ങളെവിടെ, നമ്മളെ നാട്ടിലെ ബാബറും അക്ബറും നമ്മളൊക്കെ ഇപ്പൊ ഷാജഹാന്മാരാ. ഷാജഹാൻ കൊട്ടാരുണ്ടാക്കിയ പോലെ നമ്മളൊക്കെ ഉണ്ടാക്കണത്. ഷാജഹാൻ എവിടെ? മറ്റവനെവിടെ? അവരുടെ മക്കളെവിടെ? പാരമ്പര്യം എവിടെ? അലി ഇബ്നു അബീ ത്വാലിബ് അതാ പറഞ്ഞത്, എടാ മനുഷ്യ, ഈ ജീവിക്കണ ഭൂമിയിൽ അന്റെ മുമ്പിലില്ലേ കാഴ്ചകൾ? ഇന്നലകളെ കൈവശപ്പെടുത്തിയവർ, ഇന്നലകളെ നിയന്ത്രിച്ചവർ, ഓരക്കെന്തെവിടെ? അതുകൊണ്ട് ദുനിയാവിനെ പിടിക്കുന്നതിന്റെ മുമ്പ്, ദുനിയാവ് നിന്നെ നിന്റെ ശരീരം ദുനിയാവിലേക്ക് പോകുന്നതിന്റെ മുമ്പ്, ദുനിയാവ് നിന്നെ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഹൃദയം കൊണ്ട് നീ ദുനിയാവിനെ അങ്ങോട്ട് വെടിയേ. ഇത് വളരെ ചെറുത്. ആടിനെ വലിച്ചുകൊണ്ടോണാണ്. റസൂൽ വെച്ച് നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ കുഴിച്ചിടാൻ പറ്റും? ഇതാണ് ദുനിയാവ്. ഇത്ര വില അള്ളാന്റെ അടുത്തതുള്ളൂ. ഈ ആട്, സത്ത ആടിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യമല്ലല്ലോ. ഇല്ല, ഇത്രയും അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിന് ഈ ദുനിയാവ്. ഇതിനേക്കാൾ വിശാലമാണ് സ്വർഗം.
പ്രിയപ്പെട്ടവരെ, നോമ്പ് കളിയല്ല. ദുനിയാവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ എല്ലാവരും ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു, ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതിന്റെ ആനുകൂല്യങ്ങൾ, അതാണ് വലുത്. അവിടുത്തെ പദവികൾ, അവിടുത്തെ സ്ഥാനങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങൾ. അല്ല പറയണല്ല, 2 നേരം തിന്നാലൊക്കെ മതിയടോ, ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയടോ, ബാക്കി പണിയെടുക്ക്. നന്മയുടെ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും ജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ വേറെ പറഞ്ഞിട്ടുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഓന് 2 സ്വർഗമുണ്ട്, 2 സ്വർഗം. അതിന് ആയത്തിന്റെ പശ്ചാത്തലം അയാൾ വിശദീകരിക്കണില്ലേ, 2 സ്വർഗമുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് പറയാം, അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തവനുണ്ടല്ലോ, ഓന് വമിൻ ദൂനിഹിമാ ജന്നത്താൻ. ആദ്യം പറഞ്ഞ 2 സ്വർഗങ്ങളെ കൂടാതെ പിന്നെ 2 സ്വർഗങ്ങളുണ്ട്, 4 സ്വർഗം. ദവാതാഫ്നാൻ ഒക്കെ ഉണ്ടവിടെ, എല്ലാം ഉണ്ടവിടെ. ഭൂമിയിൽ നിങ്ങൾ കണ്ടു തെറ്റിദ്ധരിച്ചത് അതാണ് എന്ന് വിചാരിച്ചതും നിങ്ങളുടെ സ്വപ്നത്തിലും ഭാവനയിലും ഇതുവരെ കടന്നു വരാത്തതും മുഴുവൻ ഫീഹിമായിനാനി തജ്രിയാൻ, എല്ലാ സാധനവും. മുദ്ഹാമ്മത്താൻ, പച്ച പിടിച്ച തോട്ടങ്ങൾ. കിട്ടേണ്ടതൊക്കെ അതാ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഇതൊക്കെ ആഗ്രഹിക്കുന്ന എന്നെ ഈ ചുട്ടുപടുത്ത അതിലേക്ക് നയിക്കാനാണോ അഖീലെ നീ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ രാത്രിയൊക്കെ ഒന്ന് എണീക്കും, റമദാനിലെ ശരിക്കും എണീക്കും. അള്ളാഹിനോട് ശരിക്കും പറഞ്ഞോ, കരഞ്ഞു വിളിച്ച് പറയും. പറയണതിലൊരു കുറവും വരുത്തണ്ട, ഇഷ്ടം പോലെ പറഞ്ഞു. എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്ക്. ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. എന്നിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അതിൽ മുതലാളിത്തത്തിന് വലിയ മറുപടി ഉണ്ട്. ഉറങ്ങി എണീച്ചാണ് നിസ്കരിച്ച കാര്യം നേടുന്നല്ല. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യും. മുതലാളിത്തപ്പം കെട്ടിപ്പൂട്ടുകയാണ് ബാങ്കുകളിൽ, ഡെപ്പോസിറ്റുകൾ, അതുപോലെ ലോക്കറുകളിൽ. ലോകത്തിന്റെ സമ്പത്തിനെ മുഴുവൻ വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അല്ലാഹ് പറയാ, അതല്ല, രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് മാത്രം പുണ്യം കിട്ടൂല. പണം ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക. എന്നിട്ട് മുതലാളിത്തത്തിന് മറുപടി പറയും. ലോകഘടനയിൽ ദുനിയാവിനെ കെട്ടിപ്പിടിച്ചവർക്ക് മറുപടി പറയും, അതല്ല, ഞങ്ങൾ ഇതിന്റെ അപ്പുറമുള്ള പദവികളും സ്ഥാനങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെയാണോ നിങ്ങളിൽ നോമ്പ്? എവിടെയാണ് ഈ നോമ്പൊക്കെ? എവിടെയാണിത് കൊള്ളണത്? ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിക്കുക. അവസാനം അള്ളാഹു പറഞ്ഞൊരു വാർത്ത, തറാകുല്ല ഉമ്മത്തിൻ ജാസിയ, ഓരോരുത്തരും വന്ന് മുട്ടുകുത്തി വീടും അള്ളാന്റെ മുമ്പിൽ. ആ വീട് എന്താ ഖുർആൻ അത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. സാധാരണ വീടിനേക്കാൾ ഭീകരമാണ് മുട്ടുകുത്തി വീഴുക എന്നപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ വീണാണ് വീണത്. ഈ മുട്ടുകുത്തിയിട്ട് മുഖം കുത്തി വീകലുണ്ടല്ലോ, അത് വല്ലാത്തൊരു വീകലായിരിക്കും. അള്ളാഹ് പറയണ തറാകുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമൂഹങ്ങളെയും വെള്ളാപ്പള്ളിനെ കൊണ്ടുവരും, തകാടിയനെ കൊണ്ടുവരും, അബ്ദുദാനന്ദനെയും പിണറായിനെയും സുന്നിനെയും മുജാഹിദിനെയും അമേരിക്ക ബുഷിനെയും അതുപോലെ തന്നെ ഒബാമയെയും എല്ലാ നേതാക്കന്മാരും ഓരോ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തലുണ്ടല്ലോ, മതപരമായി, രാഷ്ട്രീയപരമായി, സംഘടനാപരമായി. എന്നിട്ട് അതൊക്കെ ഞാൻ അതിന്റെ ആളാണ്. അപ്പം ഇവിടെ കൃഷി പഠിപ്പിക്കാൻ തകാടിയ വന്ന സമയാപ്പ കേരളത്തില് ശരിക്കും പഠിച്ചോങ്ങള് മിക്കവാറും ഒരു പഠിപ്പിക്കാൻ സാധ്യത ഉണ്ട് കൃഷി. ആ കൃഷി അങ്ങനെയൊക്കെ കൊണ്ടെന്ന് ഉമ്മത്തിൻ ജാസിയ, മതസംഘടനകളുടെ നേതാക്കന്മാരെ, രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരെ, വ്യാപാരി വ്യവസായി, കലാസാഹിത്യം, ചേംബർ ഓഫ് കൊമേഴ്സ്, മെഡിക്കൽ വിങ്, ഓരോരുത്തരെയും അള്ളാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഓരോരുത്തരെയും കൊണ്ടുവരും. ആദ്യം ആളെ കൊണ്ടുവരുന്നേ പറയുന്നുണ്ട്, ഒരുത്തം വരുന്നു. ഓരോരുത്തനെ കൊണ്ട്, ഇത് ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഓരോ ഉമ്മത്തിനെയും അതിന്റെ നേതാക്കന്മാരെയും കൊണ്ടുവരും. കുല്ലു ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ, എല്ലാവരോടും പറയും, നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ രേഖകൾ, നിങ്ങളുടെ പ്രമാണത. ഇവിടെ ഭയങ്കരമാണ്. ഞാൻ SNDP, NSS, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, സുന്നി, മുജാഹിദ്, തബ്ലീഗ്, യുണൈറ്റഡ് നേഷൻ, അതുപോലെ തന്നെ യുനെസ്കോ, എന്തൊക്കെയുണ്ട്, ഖില, അമ്മ, വലിയ വലിയ സംഘടനകൾ, മതം, രാഷ്ട്രീയം, എല്ലാറ്റിലും ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലേ? അല്ലേ? രേഖ ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ആഗ്രഹിച്ചത്? നിങ്ങളുടെ യഥാർത്ഥത്തിൽ എന്താ ആഗ്രഹിച്ചത്? തുആഇലാ കിതാബിഹൽ യൗം, നിങ്ങളുടെ കിതാബ്, നിങ്ങളുടെ രേഖ, പ്രമാണം ഇവിടെ ഉണ്ട്. തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിന്റെ ഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസമാണിവിടെ. എല്ലാരും, വ്യക്തിയും സമൂഹമൊക്കെ. നിങ്ങളുടെ സാമൂഹിക നേതാവ് ആരാ? വ്യക്തിപരമായി നിങ്ങൾ എവിടെയാ? ഇതിലൊരു വിട്ടുവീഴ്ചയും അല്ലാഹു ചെയ്തിട്ടില്ല.
എല്ലായിടത്തും വലിച്ചടച്ച് കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ആ ഭാഗം. അതുകൊണ്ട് നോമ്പിനെ ശരിക്കും ഉപയോഗിക്കും. തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനും നരകത്തെ തൊട്ട് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ എന്തൊക്കെയുണ്ട് എന്ന് പഠിച്ചുകൊണ്ട് ശരിക്കും നന്നാവാൻ ഈ പരിശുദ്ധ റമളാനിൽ ഞാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഉസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ നന്നായി ഭയപ്പെടണമെന്നും അത്തരം കാര്യങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓരോ നിമിഷത്തെയും ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഒരു സമയവും വെറുതെ കളയാതിരിക്കുക. ഒന്നുകിൽ ഖുർആൻ, അല്ലെങ്കിൽ ഒരു തസ്ബീഹ്, അല്ലെങ്കിൽ ഒരു തഹ്ലീൽ, അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന. ഒഴിഞ്ഞ സമയമുണ്ടാവും. എല്ലാറ്റിനെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമളാനിന്റെ ദിനരാത്രങ്ങളെ ശരിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തോന്നുമാറ്, വ്യക്തിപരമായൊരു അനുഭവം ലഭിക്കുമാറ് പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിക്കും ഫലപ്രദമായ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അനുഗ്രഹീതമായ ദിവസങ്ങളിൽ 5-8 നോമ്പ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പടച്ച റബ്ബേ, അതൊക്കെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ ഖുർആൻ പാരായണവും ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ അനുഗ്രഹിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഞങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അള്ളാഹുവേ, ആ ദിവസങ്ങളൊക്കെയും ശരിക്കും പ്രയോജനപ്പെടുത്താൻ, ഫലപ്രദമായി കൈവശപ്പെടുത്താൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വിശ്വാസികൾ എന്നുള്ള നിലക്ക് ശരിക്കും വളരാൻ, നല്ലവരായി മാറാൻ ഈ റമളാൻ കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ തഖ്വ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും മനസ്സിനെ കഴുകി തുടക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. എല്ലാവിധ വേദനകളിൽ നിന്നും, രോഗത്തിന്റെ വേദന, മാനസികമായ വേദനകൾ, മരണത്തിന്റെ വേദന, നരകത്തിലെ വേദന, ഖബറിലെ വേദന, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. കുറച്ചറിയുന്ന അസുഖങ്ങൾ മാത്രം, അത് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉണ്ട്. പലരും രോഗമായിട്ട് കിടക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, എല്ലാ വേദനകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഭയങ്കരമായി ശിക്ഷിക്കുന്നവനാണ്, അതിഥികളില്ലാതെ ശിക്ഷിക്കുന്നവനാണ്. പടച്ചവനെ, നിന്റെ മഹാശിക്ഷക ഭീകരമായ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ മഹാകാരുണ്യവാനാണ്, അതിരുകളില്ലാതെ ദയ കാണിക്കുന്നവനാണ്. എത്ര വലിയ കുറ്റവാളിയോടും ക്ഷമ കാണിക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് നീ. അല്ലാഹുവേ, ഞങ്ങൾ പാവങ്ങളാണ്, സാധാരണക്കാരാണ്, നിസ്സാരന്മാരാണ്. പടച്ച റബ്ബേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ തർളീയത്തിന്റെയും നിന്റെ കാരുണ്യത്തിന്റെയും പ്രതീകമാണ് സ്വർഗം. ആ സ്വർഗം കൈവശപ്പെടുത്താൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങളെ തുടക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ കൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ കൊണ്ടും തഖ്വ കൊണ്ടും ഈ ഉമ്മത്തിനെ നീ അലങ്കരിക്കുമാറാകണമേ തമ്പുരാനെ. നോമ്പിന്റെ എല്ലാ ഫലങ്ങളും അനുഭവിക്കാനും അത് നിലനിർത്താനും അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങളുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, അറിയുന്നതും അറിയാത്തതൊക്കെ ആയിട്ടുള്ള എല്ലാറ്റിലും ആശ്വാസവും പരിഹാരവും നൽകി അല്ലാഹുവേ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. اللهم أعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
اللهم اجعل القرآن العظيم شاهدا لنا ولا شاهدا علينا. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا. اللهم ارحمنا يا أرحم الراحمين. نشهد أن لا إله إلا الله ونشهد أن محمد رسول الله ونستغفر الله ونسألك الجنة ونعوذ بك من النار ونعوذ بك من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم.